ചലഞ്ചിൻ്റെ 89ാമത്തെ ദിവസമാണ്. ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും നിഫ്റ്റി ഒരു സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗണും ബാങ്ക് നിഫ്റ്റി നമുക്കൊരു ഏകദേശം ഒരു ഈക്വൽ ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. അതിൻ്റെ ശേഷം നല്ല രീതിയിലൊരു മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് ഫോളോ ആണ് മാർക്കറ്റിൽ വന്നത്. അതിൻ്റെ ശേഷം നിങ്ങൾ നോക്കിയാൽ അവിടെ കാണാൻ കഴിയും ഒരു മാക്സിമം ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലുള്ള ഒരു ലെവൽ മാർക്കറ്റ് ചെയ്യുന്നത് കണ്ട്. പക്ഷേ പ്രീമിയത്തിലൊക്കെ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ നമ്മളുടെ സിസ്റ്റം പ്രകാരം നമുക്ക് 3 ട്രേഡ്സാണ് കിട്ടിയത്. സോ ആ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. മൈ നെയിം ഈസ് മുബഷിർ. വെൽക്കം ടു മുബു മെട്രിക്സ്. സമയം ഒരു 11:14 ആയിരിക്കണം. നമുക്ക് ഫസ്റ്റ് ട്രേഡ് വന്നത് നിഫ്റ്റിയിലാണ്. നമ്മൾ നിഫ്റ്റിയിൽ എൻട്രി എടുത്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു അപ്സൈഡ് റാലി വന്ന്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു 1 മിനിറ്റിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. സോ അത് വന്ന് സ്വീപ്പ് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. 24,050 എൻട്രി നമ്മൾ പ്ലേസ് 24,450 നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തത്. സോ 8 പോയിൻറ്റ് SL-ഉം നമ്മൾ 40 പോയിൻറ്റ്സ് ടാർഗറ്റും വെച്ചിരിക്കുന്നത്. സോ 2 ലോട്ടായിട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത്. കാരണം ഇനി മുതൽ നമ്മൾ 2 ലോട്ട് വെച്ച് എൻട്രി എടുക്കുക എന്നുള്ളൊരു പ്ലാനിലാണ്. കാരണം ഇനിയിപ്പോൾ വിക്സ് കൂടിയാലും അതേമാതിരിക്ക് മന്ത്ലി എക്സ്പയറി ഒക്കെ ആയാലും 2 ലോട്ട് വെച്ചിട്ട് തന്നെ എൻട്രി എടുക്കുക എന്നുള്ളൊരു പ്ലാനിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോട്ട് സൈസ് കുറക്കുമ്പോൾ ചില ദിവസങ്ങൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് വളരെ കുറയാണ്. പിന്നെ വിക്സ് കുറയുമ്പോൾ നമ്മൾ വീണ്ടും ലോട്ട് സൈസ് കൂട്ടുമ്പോൾ അതൊക്കെ നമ്മൾ റിസ്ക് റിവാർഡിനെ ബാധിക്കുന്നുണ്ട്. നമ്മളെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ബാധിക്കണോണ്ട് ഇനി എന്ത് വന്നാലും നമ്മൾ 2 ലോട്ട് വെച്ചിട്ട് എടുക്കുക എന്നുള്ളത്. പിന്നെ 1% ആണല്ലോ നമ്മുടെ റിസ്ക്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലല്ലേ നിൽക്കുള്ളൂ. അപ്പോൾ എന്തായാലും സോ അതുകൊണ്ട് 2 ലോട്ട് വെച്ചിട്ട് എൻട്രി എടുത്തിക്കണം. സോ ഇതിൽ നമ്മുടെ ടാർഗറ്റ് അടിച്ചാൽ നമുക്കൊരു 6,000 പ്രോഫിറ്റ് കിട്ടും. SL ആണെന്നുണ്ടെങ്കിൽ ഒരു 1,200 രൂപ പോകും. സോ നമുക്ക് ഈ ട്രേഡ് എങ്ങനെ പോകാൻ നോക്കാം. സോ നമുക്ക് ഏകദേശം ഈ ട്രേഡിൽ ടാർഗറ്റ് അടിക്കാനായിരിക്കണം. ഓക്കെ, നമ്മൾ ഈ ട്രേഡിൽ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തതാണ്. ഏകദേശം 6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ട്രേഡ് എക്സിറ്റ് ആവാൻ കഴിഞ്ഞു. കാരണം നല്ല രീതിയിലൊരു മാർക്കറ്റ് പമ്പിങ് നമുക്ക് നമ്മളെ സപ്പോർട്ടായിട്ടുള്ള രീതിയിലുള്ള ഒരു പമ്പിങ് ചെയ്യുന്നു. പ്രീമിയം നല്ല രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുന്നു. സോ നമുക്ക് ഏകദേശം ഈ ട്രേഡിൽ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനി ഏതായാലും അടുത്ത ട്രേഡ് നോക്കാം. സമയം ഒരു 13:08 ആയിരിക്കണം. നമുക്ക് സെക്കൻഡ് ട്രേഡ് വന്നത് നിഫ്റ്റിയിലാണ്. ഈ ഒരു ഏരിയയിലുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോയപ്പോഴാണ് എൻട്രി എടുത്തത്. സോ ഈ ട്രേഡിൽ വലിയൊരു ഹോപ്പ് ഇല്ല. കാരണം നല്ല രീതിയിലൊരു ഷാർപ്പ് ഫോൾ വന്നതിൻ്റെ ശേഷമുള്ളൊരു റീട്രേസ്മെൻ്റ് ആണ്. അപ്പോൾ മേ ബി ഒന്നും കൂടി ഡൗൺസൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഏതായാലും നോക്കാം ഈ ട്രേഡ് എങ്ങനെ മുന്നോട്ട് പോകാൻ നോക്കാം. സോ നമ്മൾ സെക്കൻഡ് ട്രേഡ് SL അടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രേഡ് വരുമ്പോൾ നോക്കാം. സോ നമ്മളെ തേർഡ് ട്രേഡ് വന്നിങ്ങനെ ബാങ്ക് നിഫ്റ്റിയിലാണ്. നമ്മൾ ട്രേഡ് വന്നപ്പോൾ ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ ഒരു ഏരിയയിലെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിരുന്നത്. സോ ആ ഒരു ഏരിയയിൽ വന്നപ്പോഴാണ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തത്. നോക്കിയാൽ കാണാം, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്നപ്പോൾ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്ത്. സോ പക്ഷേ അത് നമ്മുടെ അഗെയിൻസ്റ്റ് ആണ് മാർക്കറ്റ് പോകുന്നത്. ആ ഒരു ട്രേഡിൽ നമുക്ക് SL അടിച്ചു. പക്ഷേ നമ്മൾ SL കറക്റ്റ് സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് അപ്സൈഡ് പോയി. പക്ഷേ നോ പ്രോബ്ലം, നമ്മളെ സിസ്റ്റം നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്യുകയാണ്. സോ ഈ ട്രേഡ് നമുക്ക് SL ഹിറ്റായി. ഇതിൽ ഏകദേശം ഒരു 1,120 സംതിങ് നമുക്ക് ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്ന്. സോ ഏതായാലും നമ്മളിന്ന് 3 ട്രേഡ് എടുത്തിട്ടുള്ളൂ. ഏകദേശം 2:56 മാർക്കറ്റ് ക്ലോസ് ആവാനായി. സോ ഇന്നത്തെ 3 ട്രേഡ്സും നിങ്ങൾ ലൈവിൽ കണ്ടല്ലോ. അപ്പോൾ ഇന്നടുത്ത് PNL ഞാൻ കാണിച്ചു തരാം. ടോട്ടൽ 3 ട്രേഡ് എടുത്ത് നമ്മൾ നിഫ്റ്റിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഫസ്റ്റ് ട്രേഡ് നിഫ്റ്റി നമുക്ക് പ്രോഫിറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ട്രേഡ് ലോസും തേർഡ് ട്രേഡ് ലോസ് ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ നമ്മൾ 3,623.25 ഇന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്. സോ നമ്മൾ Excel അപ്ഡേറ്റ് ചെയ്യാം. ഡേ 89 13th May. ഓക്കെ, 3,623.25 ഇന്ന് പ്രോഫിറ്റ്. സോ ഇന്നത്തെ പ്രോഫിറ്റ് അടക്കം നമ്മൾ ഡേ 89 എൻഡ് ചെയ്യുമ്പോൾ 4,927.58 നെറ്റ് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. സോ ഇന്നലെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടായിരുന്നു. കാരണം സിംഗിൾ ട്രേഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അപ്ഡേറ്റ് ചെയ്യാനുള്ള വലിയ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു അപ്ഡേറ്റ് ചെയ്തത്. പിന്നെ കുറച്ച് പേഴ്സണൽ റീസൺസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ നമുക്ക് ഒരു ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ലോസിലാണ് എക്സിറ്റ് ചെയ്ത്. അതേപോലെ തന്നെയാണ് 9ാം തീയതി ഫ്രൈഡേ അന്നും നമുക്കൊരു ട്രേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നമ്മൾ ലോസിൽ എക്സിറ്റ് ചെയ്തോട്ട് ആ 2 ദിവസം PNL നിങ്ങൾക്ക് കൂടെ കാണാം. സോ നമുക്കിനി ഏതായാലും ഈ ചലഞ്ച് എങ്ങനെ പോകാൻ നോക്കാം. സോ നമ്മൾ ഈ സ്ട്രാറ്റജിൻ്റെ വിൻ റേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Excel ഒരു വിൻ റേറ്റ് കാൽക്കുലേഷൻ ചെക്ക് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ്. സോ നമ്മളിവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ശരിക്കും ഇന്നലെ മുതലാണ് നോക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. സോ നമ്മളിങ്ങോട്ട് നോക്കിയാൽ കാണാം 12:05 അല്ല നമുക്ക് ഒരു ട്രേഡ് കിട്ടിയത്. അത് നമ്മൾ ലോസിലാണ് എക്സിറ്റ് ചെയ്ത്. ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 3 ട്രേഡ് കിട്ടി. 1 വിന്നും 2 ലോസും. സോ ഇന്നത്തെയും ഡാറ്റ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മളെ സിസ്റ്റത്തിൻ്റെ വിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 25% ആണ്. സോ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇതിൻ്റെ വിൻ റേറ്റ് എങ്ങനെയൊക്കെ പോകുമെന്നുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ വിൻ റേറ്റ് എത്രത്തോളം ഉണ്ട് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. കറക്റ്റ് നമ്മൾ ഡാറ്റാസ് വെച്ച് എൻട്രി ചെയ്തിട്ട്. സോ ഈ ചലഞ്ച് നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.